ക്വസ്റ്റ്യൻ 5 ആണ്. 7x മൈനസ് 2y ബൈ എക്സ് വൈ ഇസ് ഈക്വൽ ടു 5. അതുപോലെ അടുത്ത ഇക്വേഷൻ 8x പ്ലസ് 7y ബൈ എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 50. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ രണ്ടും എക്സ് വൈ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 1/xy അല്ലെങ്കിൽ 1/x 1/y അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ന്യൂമറേറ്ററിലും ഉണ്ട് എക്സിൻ്റെ പ്രസൻസ്, ഡിനോമിനേറ്ററിലും ഉണ്ട് എക്സിൻ്റെ പ്രസൻസ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഈ ഇക്വേഷനെ ഇപ്പോൾ ഈ ഒരു ഡിനോമിനേറ്റർ ഈ രണ്ട് ന്യൂമറേറ്ററിനും കൊടുക്കുവാണ്. അപ്പോൾ 7x ബൈ എക്സ് വൈ മൈനസ് 2y ബൈ എക്സ് വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് എഴുതി. ഇവിടുന്ന് ഈ എക്സും ക്യാൻസലായി, ബാക്കി 7 ബൈ വൈ മൈനസ് ഇവിടുന്ന് ഈ വൈയും ക്യാൻസലായി ബൈ 2 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 5. ഇതൊരു നോർമൽ ഇക്വേഷനാണ്. ഇപ്പം ന്യൂമറേറ്ററിലൊന്നുമില്ല, ഡിനോമിനേറ്ററിൽ മാത്രമേ എക്സ് ഉള്ളൂ, എക്സും വൈയും ഉള്ളൂ. അതുപോലെ ഈ ഇക്വേഷനിൽ 8xനും നമ്മൾ ഡിനോമിനേറ്റർ എക്സ് വൈ കൊടുക്കുവാണ്. അതുപോലെ 7yക്കും എക്സ് വൈ കൊടുക്കുവാണ്. ഇസ് ഈക്വൽ ടു 15 എഴുതി. ഇവിടെയും നോക്കിക്കേ, ഈ എക്സും ക്യാൻസലായി ബൈ 8 ബൈ വൈ പ്ലസ് ഇവിടെ ഈ വൈയും ക്യാൻസലായി 7 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 15. ഇവിടെയും ഇപ്പോൾ നോർമൽ ഇക്വേഷൻസ് കിട്ടി. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ലീനിയർ ഇക്വേഷൻസ് ഇവിടെ നിന്നും കിട്ടി. ഇവിടെ നോക്കിയേ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വേരിയബിൾ ആയിരുന്നു ആദ്യം, പിന്നെ വൈ. ഇവിടെ അങ്ങനെയല്ല, രണ്ടിലും ആദ്യം 1 ബൈ വൈ ആണ്, പിന്നെയാണ് എക്സ്. അപ്പോൾ നമ്മൾ ആദ്യം 1 ബൈ വൈനെ 7 ബൈ വൈനെ 1 ബൈ വൈനെ യു എന്ന് കൊടുക്കുക. അതുപോലെ 1 ബൈ എക്സിന് വേണം വി എന്ന് കൊടുക്കാൻ. വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഇക്വേഷൻ 7u മൈനസ് 2v ഇസ് ഈക്വൽ ടു 5. അതുപോലെ 8u പ്ലസ് 7v ഇസ് ഈക്വൽ ടു 15 ഇങ്ങനെയാണ് കിട്ടുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ യുവും വിയും ആണ് വേരിയബിൾസ്, വൈയും 15ഉം റൈറ്റ് സൈഡിലായതുകൊണ്ട് നെഗറ്റീവ് കൊണ്ടിട്ട് കൊടുത്തു. സോൾവ് ചെയ്ത് കഴിഞ്ഞ് u ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു -15 -30 മൈനസ് 7 5s are 35 is equal to v divided by 5 into 8 40 minus 15 into 7 105 is equal to -1 by 7 7s are 49 minus 8 into -2 -60. അപ്പോൾ u by -30 minus 35 -65 is equal to v by 40 minus 105 അതും -65 is equal to -1 divided by 49 minus of minus plus ആവും. അപ്പോൾ 65. ഇനി ഈ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും u by -65 is equal to -1 by 65 ഇക്വേറ്റ് ചെയ്യുമ്പോൾ u is equal to ഈ 65നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ടേം ഇൻറ്റു 65. ഇവിടുന്ന് 65ഉം ക്യാൻസൽ ആവും, ബാക്കി 1 ഇൻറ്റു 1 1, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് 1 കിട്ടും. അതുപോലെ വി പാർട്ട് v ബൈ -65 ഇസ് ഈക്വൽ ടു -1 ബൈ 65 ഇക്വേറ്റ് ചെയ്യുക. ഇവിടുന്ന് v കണ്ടുപിടിക്കാൻ ഈ പാർട്ടിൻ്റെ അടുത്തോട്ട് ഈ -65നെ കൊണ്ടുപോവുക. വീണ്ടും ഇതും കട്ട് ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1, -1 ഇൻറ്റു -1 പോസിറ്റീവ് 1. അപ്പോൾ നമുക്ക് യുവും വിയും അതുപോലെ 1 കിട്ടി. എന്തായിരുന്നു ഈ യു എന്ന് പറഞ്ഞാൽ 1 ബൈ വൈ, അതായത് 1 ബൈ വൈയും 1 ആണ്, 1 ബൈ എക്സും 1 ആണെങ്കിൽ എക്സും 1 വൈയും 1. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ 1 ആണ്. 6th ക്വസ്റ്റ്യനിൽ 6x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 6xy, അതുപോലെ 2x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 5xy. ഇതിലെ ഈ LHS പാർട്ടിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ RHS പാർട്ട് നോക്കിയാൽ കോൺസ്റ്റന്റ് രണ്ട് സൈഡിലും വേരിയബിൾസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി ഞാൻ ഈ എക്സ് വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം എന്താ 6x പ്ലസ് 3y ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്നാവും, ബാക്കി റൈറ്റ് സൈഡിൽ 6 മാത്രം. അതുപോലെ ഇതിനും 2x പ്ലസ് 4y ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് വൈ, റൈറ്റ് സൈഡിൽ 5 മാത്രം. ഇനി ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേ പാറ്റേൺ കിട്ടി. ഡിനോമിനേറ്ററിലും അതുപോലെ ന്യൂമറേറ്ററിലും വേരിയബിൾസിൻ്റെ പ്രസൻസ് കിട്ടി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ പാർട്ടിനെയും നമ്മൾ എക്സ് വൈ കൊടുക്കാൻ പോവുകയാണ്, ഈ പാർട്ടിനെയും എക്സ് വൈ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വരും? 6x ബൈ 3y എക്സ് വൈ പ്ലസ് 3y ബൈ എക്സ് വൈ ഇസ് ഈക്വൽ ടു 6. അതുപോലെ 2x ബൈ എക്സ് വൈ plus 4y by xy
is equal to 5. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടുന്ന് ഈ എക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ 6/y, അതുപോലെ ഇവിടുന്ന് ഈ വൈയും ക്യാൻസൽ ആവുമ്പോൾ 3/x is equal to 6. ഇതുപോലെ ഇവിടുന്ന് എക്സും ക്യാൻസൽ ആയി 2/y പ്ലസ് ഇവിടുന്ന് വൈയും ക്യാൻസൽ ആയി ബാക്കി 4/x is equal to 5. ഇപ്പം നമുക്ക് പഴയതുപോലെ സെയിം കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ സ്റ്റെപ്സ് ഉപയോഗിച്ച് ഇതും സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് 1/y-നെ u എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ 1/x-നെ v എന്ന് കൊടുക്കാം. ഇനി അതല്ല 1/x-ന് എപ്പോഴും നമ്മൾ u കൊടുക്കുന്നത് പോലെ u കൊടുക്കുക, ഇതിന് തിരിച്ച് v കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, എഴുതുമ്പോൾ ആദ്യം v വരുന്നേ ഉള്ളൂ. അപ്പോൾ 1/y-ക്ക് പകരം u കൊടുക്കുമ്പോൾ ഇത് 6u, അതുപോലെ 1/x-ന് പകരം v കൊടുക്കുമ്പോൾ 3/x 3v is equal to 6, അതുപോലെ 2/y 1/y-u അപ്പോൾ 2u പ്ലസ് 4/x-ന് 1/xv അപ്പോൾ 4v is equal to 5 എന്ന് കിട്ടും. ഞാനിപ്പോൾ ഈ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ യുടെ കോഎഫിഷ്യൻസ് നോക്കിയ 6 ആണ്, ഇവിടെ 2 ആണ്. വിയുടെ കോഎഫിഷ്യൻറ്റ് ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ നോക്കിക്കേ, ഈ 2v നമുക്ക് 6 ആക്കാൻ എളുപ്പമാണ്. ഞാനിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ല, എലിമിനേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷൻ ഞാൻ ഇതിൻ്റെ താഴെ എടുത്ത് എഴുതുവാണ്. അപ്പോൾ 2u പ്ലസ് 4v is equal to 5 എന്ന് കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കേ, നമുക്ക് ഈ ഇക്വേഷനെ യു പാർട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ എളുപ്പമാണ്. കാരണം ഈ 2-നെ 6 ആക്കാൻ ഈ ഹോളി കംപ്ലീറ്റ് ഇക്വേഷനെ 3 വെച്ച് അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ എന്താവും, ആദ്യത്തെ ഇക്വേഷനൊന്നും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. രണ്ടാമത്തെ ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 3 × 2 6u പ്ലസ് 3 × 4 12v is equal to 3 × 5 15. ഇനി നമുക്ക് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കോഎഫിഷ്യൻസ് നോക്കിക്കേ, യു പാർട്ടിൻ്റെ രണ്ടിൻ്റെയും കോഎഫിഷ്യൻസ് സെയിം ആയി. പക്ഷേ ഈ വി പാർട്ട് നോക്കിക്കേ, വിയിൽ ആദ്യത്തേൽ വിയുടെ കോഎഫിഷ്യൻറ്റ് 3ഉം രണ്ടാമത്തേൽ വിയുടെ കോഎഫിഷ്യൻറ്റ് 12ഉമാണ്. അപ്പോൾ 12 ആണ് വലുത്. അതുപോലെ ഇതിൽ 6ഉം കോൺസ്റ്റൻ്റ് 15 ആണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് കോഎഫിഷ്യൻസ് ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ വലുത്. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറക്കാം, അതല്ല എങ്കിൽ തിരിച്ച് ഇതിൽ നിന്ന് ഇത് കുറക്കാം. എങ്ങനെ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറക്കുമ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2, ഇനി ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സബ്ട്രാക്ഷൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, അതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ 6u മൈനസ് 6u 0, അപ്പോൾ യു പാർട്ട് പോയി, യു എലിമിനേറ്റഡ് ആയി. 3vയിൽ നിന്ന് 12v പോയാൽ 9v കിട്ടും. 3v മൈനസ് 12v മൈനസ് 9, അപ്പോൾ മൈനസ് 9v ഇസ് ഈക്വൽ ടു 6ൽ നിന്ന് 15 പോയാൽ വീണ്ടും -9 കിട്ടും. അപ്പോൾ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -9 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -9 ഡിവൈഡഡ് ബൈ -9, അതായത് +1 കിട്ടും. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് 9/9 1, അപ്പോൾ v 1 കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കിട്ടിയ വിൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതെടുക്കുവാണ്, 2u പ്ലസ് 4v, വിക്ക് പകരം ഞാൻ 1 ഇട്ടു, 4 × 1 4 is equal to 5. 2u is equal to ഈ 4-നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 5 മൈനസ് 4, അതായത് 1. അപ്പോൾ അടുത്ത ഇക്വേഷനിൽ u is equal to ഇനി 2-നെ അങ്ങോട്ട് കൊണ്ട്, അപ്പോൾ 1/2. വിൻ്റെ വാല്യൂ 1ഉം യുവിൻ്റെ വാല്യൂ 1/2ഉം കിട്ടി. അതായത് ഇവിടുന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ 1/y ആണ് യു കിട്ടിയത് 1/2. ഇനി y വാല്യൂ കണ്ടുപിടിക്കാൻ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, അപ്പോൾ 2 വരും. അപ്പോൾ y വാല്യൂ 2 കിട്ടി. അതുപോലെ 1/x ആണ് വിക്ക് പറഞ്ഞ 1 ഇട്ടു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ x is equal to 1/1 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ഉം വൈൻ്റെ വാല്യൂ 2. ഇതാണ് 7th ക്വസ്റ്റ്യൻ. അതിൽ 10/x plus y is plus 2/x minus y is equal to 4. അതുപോലെ 15/x plus y minus 5/x minus y is equal to -2. രണ്ട് ഇക്വേഷൻസിൽ നോക്കിക്കേ, ന്യൂമറേറ്ററിലൊന്നും വേരിയബിൾ ഇല്ല, ആകെ ഡിനോമിനേറ്ററിൽ മാത്രമേ വേരിയബിൾ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ തന്നെ വേരിയബിൾ ഉള്ളത് തന്നെ നിങ്ങൾ നോക്കിക്കേ, താഴെ ഇവിടെ x പ്ലസ് വൈ ആണെങ്കിൽ ഇവിടെയും x പ്ലസ് വൈ തന്നെയാണ്. ഈ പോർഷൻ x മൈനസ് വൈ ആണെങ്കിൽ ഇതിലും x മൈനസ് വൈ തന്നെ. അപ്പോൾ x പ്ലസ് വൈയും
എക്സ് മൈനസ് വൈയും ആണ് രണ്ടിലും കോമൺ ഉള്ളത്. അപ്പോൾ എന്താണോ രണ്ട് ഇക്വേഷൻസിലും കോമൺ ഉള്ളത് അതിനെയാണ് നമ്മൾ എപ്പോഴും വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1/x + y-നെ ഞാൻ u എന്നും അതുപോലെ 1/x - y-നെ v എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 10/x + y അതിൽ 1/x + y u. അപ്പോൾ 10/x + y എന്ന് പറഞ്ഞാൽ 10u പ്ലസ് അതുപോലെ 2/x - y എന്ന് പറയുമ്പോൾ 2v is equal to 4. അതുപോലെ 15u - 5v is equal to -2. ഇങ്ങനെ എഴുതാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ കിട്ടും. അതായത് u ഡിവൈഡഡ് v ഉം v ആണ് വേരിയബിൾ, 4ഉം -2 ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടില്ല, അപ്പോൾ -1 തന്നെ ഇടുക. അപ്പോൾ u ഡിവൈഡഡ് ബൈ 2 into -2 -4 minus -5 into 4 -20 is equal to v by 4 into 5 60 minus -2 into 10 -20 is equal to -1 divided by 10 into -5 -50 minus 15 into 2 30 u by -4 minus of minus positive അപ്പോൾ ബാക്കി 16 is equal to v by minus of minus positive 60 plus 20 80 is equal to -1 divided by -50 minus 30 -80. അപ്പോൾ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആയി 1/80 ആവും. അപ്പോൾ u by 16 equal to 1/8 ഇക്വേറ്റ് ചെയ്യുക. അതുപോലെ v by 80 is equal to 1/8 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 16 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1/80 into 16 ഡിവൈഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 into 5 ആണ് 80. അപ്പോൾ 1/5 കിട്ടും. അതുപോലെ ഇത് ഇക്വേറ്റ് ചെയ്യുക. 8നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പാർട്ട് ഇൻറ്റു 80 8 ക്യാൻസൽ ആയി 1 into 1 കിട്ടി. അപ്പോൾ u 1/5 കിട്ടി, v 1 കിട്ടി. ഇനി ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. യുവിൻ്റെയും വിൻ്റെയും വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1/x + y ആണ് u. അപ്പോൾ യുവിന് വരാൻ 1/5 ഇട്ട് കൊടുത്തു. ഇവിടെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 5 into 1 5 is equal to x plus y into 1 x plus y. അതായത് 5 is equal to x plus y. ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ അടുത്തത് 1/x - y is equal to v ആണ്. അപ്പോൾ vക്ക് വരെ നമുക്ക് കിട്ടിയ വാല്യൂ 1 ആണ്. 1 ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇവിടെ. അപ്പോൾ 1 is equal to x - y into 1 x - y. അതായത് x - y is equal to 1. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആ രണ്ട് ഇക്വേഷൻസുമാണ് ഞാൻ ഇവിടെ താഴെ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് എന്തായാലും ഇപ്പം നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലാന്നാണെങ്കിൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അത് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ കൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ y വാല്യൂ കിട്ടും. അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് സിമ്പിളായിട്ട് നോക്കിക്കേ, ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടും, അവർ തമ്മിൽ കുറക്കുമ്പോൾ 1ഉം കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിക്കുക. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലാണ് 5 കിട്ടുക? ഒന്ന് 5ഉം 0യും, അതൊരു പെയർ. അടുത്തത് 2ഉം 3യും, അത് വേറൊരു പെയർ. 4ഉം 1ഉം, 3 പെയറുണ്ട്. ഈ 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മാത്രമേ 5 കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 5 കിട്ടാനുള്ള ചാൻസസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കുറച്ചാൽ 1ഉം കിട്ടണം. 5ൽ നിന്ന് 0 കുറച്ചാൽ 5 ആണ്. അപ്പോൾ ഇതല്ല. 2ൽ നിന്ന് 3 കുറച്ചാൽ -1 കിട്ടും. പക്ഷെ 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ ഇതൊരു ചാൻസ് ആണ്. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും. അതുപോലെ 1ൽ നിന്ന് 4 കുറച്ചാൽ -3, അതുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ എക്സിന് 3 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സബ് ക്വസ്റ്റ്യൻ 8. ഇതിനകത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ 1/3x + y + 1/3x - y. അപ്പോൾ 3x + y 3x - y ന്യൂമറേറ്ററിലൊന്നും വേരിയബിൾസ് ഇല്ല, is equal to 3/4. സെക്കൻഡ് ഇക്വേഷനിൽ നോക്കിക്കേ, സെയിം അല്ല, 3x + y into 2 ഉണ്ട്. അതായത് 2 into 3x - y. രണ്ട് ഇക്വേഷനിലും ആരാ കോമൺ ഉള്ളത് അവർ വേണം നമ്മളെപ്പോഴും വേറെ വേരിയബിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എടുക്കേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, 3x + y ഈ പോർഷൻ തന്നെയാണ് ഇവിടെ. അതുപോലെ തന്നെ 3x - y ഈ പോർഷൻ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എടുക്കേണ്ടത്
രണ്ടിലും കോമൺ ഉള്ളതാണ്. ഈ ഫസ്റ്റ് പാർട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3x+y ഉണ്ട്, ഇവിടെ 2 × 3x+y ആണ്. അപ്പോൾ 1/3x+y-നെ u എന്നും അതുപോലെ 1/3x - y-നെ വേണം v എന്ന് കൊടുക്കാൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ 1/3x+y ആണ് u. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഈ പോർഷന് പകരം u പ്ലസ് ഇത്രയും പോർഷന് പകരം v is equal to 3/4. ഇനി if 3/4 ഫ്രാക്ഷൻ അല്ലേ, അപ്പോൾ ഈ ഫ്രാക്ഷൻ മാറ്റാൻ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ഇട്ട് ചെയ്യേണ്ട, എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഹോൾ ടേം ഇൻറ്റു 4 എന്നാവും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 4 × u 4u പ്ലസ് 4 × v 4v is equal to 3. അപ്പോൾ ഇക്വേഷൻ ദാ ഇങ്ങനെ കിട്ടും, ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ 1/2 × 1/3x+y അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് u വരിക. അപ്പോൾ 1/2u മൈനസ് അതുപോലെ 1/2v ദാ ഇത്രയും പോർഷൻ അല്ലേ v വരിക. ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഞാനിവിടെ 1/2u എന്ന് എഴുതുക, അങ്ങനെയല്ല. ഇത്രയും പോർഷൻ നമ്മൾ ഓൾറെഡി ഇതാ 1/2 × 3x+y ഞാൻ സ്പ്ലിറ്റ് ചെയ്ത 1/2 × 1/3x+y എന്ന് എഴുതാം. അതിനിതാ ഈ പോർഷനാണ് നമ്മൾ u, അതായത് 1/2 × u ദാറ്റ് ഈസ് u/2. അപ്പോൾ നമുക്ക് ഇനി മുതൽ ഈ പോർഷനെ u/2. അതുപോലെ ഇവിടെ എന്താ വരും v. 1/3x - y ആണ് v. അപ്പോൾ 1/2 × 3x - y-യെ ഞാൻ 1/2 × 1/3x - y ആണ്. അതിൽ ഇത്രയും പോർഷനാണ് v, അതായത് 1/2 × v, അതായത് v/2. അപ്പോൾ ഇക്വേഷൻ ഉണ്ടാവുന്ന ചേഞ്ച് u/2 മൈനസ് v/2 is equal to -1/8. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. സെക്കൻഡ് ഇക്വേഷൻ ആണ് u/2 മൈനസ് v/2 is equal to -1/8. ഞാൻ ഈ 8 ഫ്രാക്ഷൻ മാറ്റാൻ വേണ്ടി 8നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഫുൾ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യലാവും. അപ്പോൾ u/2 മൈനസ് v/2 മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 8 is equal to -1. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ടേമിനും കൊടുക്കണം, ഈ ടേമിനും കൊടുക്കണം, അതായത് u/2 × 8 മൈനസ് v/2 × 8 is equal to -1. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കി 4u, 4 × u 4u മൈനസ് ഇത് ഇതും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 × v 4v is equal to -1. ഇക്വേഷൻ നമ്പർ 1 കിട്ടി, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കിട്ടി രണ്ട് ഇക്വേഷൻസും എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, യുവിൻ്റെ കോഎഫിഷ്യൻസ് രണ്ടും 4 ആണ്, അതുപോലെ വിൻ്റെ കോഎഫിഷ്യൻസും 4 ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് അറിയാലോ, ഏതെങ്കിലും ഒരു 2 വേരിയബിൾ ഉണ്ട്, ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക, അതാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻസിലും 4u ആണ്, ഇതും 4u ആണ്. സബ്ട്രാക്ട് ചെയ്താൽ u ടേം പോവും, അപ്പോൾ v ടേം മാത്രം കിട്ടും. ഇനി ആഡ് ചെയ്താൽ v ടേം പോവും, u ടേം മാത്രം കിട്ടും. അപ്പോൾ ഞാനിവിടെ സബ്ട്രാക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും സബ്ട്രാക്ഷൻ്റെ സൈൻ ഇവിടെ ഇടാൻ മറക്കരുത്. 4u മൈനസ് 4u 0. അടുത്ത സ്റ്റെപ്പിൽ താഴെ എപ്പോഴും എഴുതി ചെയ്യണം 4v മൈനസ് -4v. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 4v പ്ലസ് 4v 8v is equal to, അതുപോലെ 3 മൈനസ് -1 എന്നാണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. 3 + 1 4, അതായത് 480. v കണ്ടുപിടിക്കാൻ 4 ഡിവൈഡഡ് ബൈ 8 നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും, അതായത് 1/2. അപ്പോൾ കിട്ടിയ വിന്റെ വാല്യൂ 1/2 കൊണ്ട് ഞാൻ ഈ ഇക്വേഷൻ എടുത്തു. 4u മൈനസ് 4v is equal to -1 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4u അങ്ങനെ തന്നെ മൈനസ് 4 × വിക്ക് പകരം 1/2 ഇട്ടു. അപ്പോൾ 1/2 is equal to -1. ഇവിടെ നിന്ന് ഞാൻ ഈ 2വിനെയും ഈ 4നെയും കട്ട് ചെയ്തു, ബാക്കി 2. 4u അങ്ങനെ തന്നെ എഴുതി, മൈനസ് 2 × 1 2 is equal to ബാക്കി -1 എടുത്ത് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഈ -2വിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അഡീഷൻ ആകും. അപ്പോൾ 4u അങ്ങനെ തന്നെ എഴുതി is equal to
2 അങ്ങോട്ട് കഴിയുമ്പോൾ പോസിറ്റീവ്, പോസിറ്റീവ് 2, ബാക്കി -1, 2 - 1 1. യുവിന് അവിടെ നിർത്തി, 4നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ 1/4. അപ്പോൾ വിന്റെ വാല്യൂ 1/2, യുവിന്റെ വാല്യൂ 1/4 കിട്ടി. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സും വൈയും കിട്ടും. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ നമുക്ക് കിട്ടിയ യുവിൻ്റെയും വിയുടെയും വാല്യൂ എടുത്ത് എഴുതി. ഇനി 1/3x + y-നാണ് നമ്മൾ യു എന്ന് എടുത്തത്. അപ്പോൾ അതിന് ഞാൻ യുവിന് പകരം 1/4 ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1 4 = 3x + y × 1 3x + y തന്നെ. ഇവിടുന്ന് ഒരു ഇക്വേഷൻ കിട്ടി, അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി അടുത്ത് നമുക്ക് ഈ പാർട്ട് സോൾവ് ചെയ്യാനായിട്ട് 1/3x - y = v അല്ലേ, വിക്ക് വരെ ഞാൻ 1/2 ഇട്ട് കൊടുത്തു. വീണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 2 = 3x - y × 1 3x - y. അടുത്ത ഇക്വേഷനും കിട്ടി. ഈ കിട്ടിയ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ എടുത്തെഴുതിയപ്പോൾ ഇതാ എക്സിൻ്റെ കോയിഫിഷ്യൻസ് എന്താണ്, ഇവിടെ 3 ഇതിലും 3 സെയിം ആണ്. ഇവിടെ എന്താ വൈയുടെ കോയിഫിഷ്യൻസ് എന്താ, ഇവിടെ 1 ഇവിടെ -1. ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. എളുപ്പത്തിൽ നമുക്ക് വൈനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം ഇവിടെ ഒരെണ്ണം നെഗറ്റീവും ഇവിടെ ഒരെണ്ണം പോസിറ്റീവുമാണ്, കോയിഫിഷ്യൻസ് സെയിമുമാണ്. ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്താൽ 3 + 3 3x + 3x 6x. ഈ ടേം ആഡ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയതുകൊണ്ട് 0 ആയി പോകും. +0 = 4 + 2 6. അതായത് 6x = 6. അവിടെ നിന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ 6നെ അങ്ങോട്ട് കൊണ്ടുപോയി 6/6 = 1. അപ്പോൾ എക്സ് വാല്യൂ നമുക്ക് കിട്ടി 1. കിട്ടിയ എക്സ് വാല്യൂ ഞാൻ എന്താ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്തു. 3x - y = 2. ഇത് വേണമെങ്കിൽ ഇതെടുക്കാം, ഏതിൽ വേണമെങ്കിലും നമുക്ക് എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × എക്സിന് പറഞ്ഞാൽ 1 × 3 × 3 3 × 1 3 -y അതുപോലെ തന്നെ = 2. ഇനി ഈ വൈനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെയുള്ള ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായി 3 - 2 -y അങ്ങോട്ട് പോയപ്പോൾ പോസിറ്റീവ് 3 - 2 1 y = 1. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 കിട്ടി, വൈൻ്റെ വാല്യൂ 1 കിട്ടി.